കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. 7 ജന്മത്തെ പാപദോഷം ഈ ജന്മത്തെ ഭാഗ്യദോഷം സൃഷ്ടിക്കും, അല്ലെ ജന്മാന്തരകൃത പാപദോഷം, അല്ലെ മുജ്ജനം പാപദോഷം എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയുള്ള പാപദോഷം നമുക്ക് ഓരോ ജന്മത്തിലൂടെ കടന്നു പോയെങ്കിൽ ആ പാപത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് നമ്മൾ ഓരോ കഷ്ടതകൾ അനുഭവിച്ച്, നഷ്ടതകൾ സംഭവിച്ച്, ആരോരും ഇല്ലാത്തവനായിട്ട്, ഒറ്റപ്പെടുന്നവനായിട്ട്, സാമ്പത്തികം കയ്യിലെടുക്കാനില്ലാത്തവനായിട്ട്, അങ്ങനെ ഓരോ പ്രതിസന്ധികൾ, ഓരോ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ആ ദുരിതങ്ങളുടെ കാഠിന്യം കുറഞ്ഞു നമ്മൾ ചെയ്ത പാപങ്ങളുടെ കാഠിന്യം കുറഞ്ഞു വരുന്നത്, അല്ലേ? ഇപ്പൊ നമ്മൾ നരകത്തിലൊക്കെ പോകുമ്പോൾ എന്താ ചെയ്യുക? ഓരോരുത്തർക്ക് ഗുരുവിനെ ഹംസിക്കുന്ന, അല്ലെ ഗുരുവിനെ ഉപദ്രവിക്കുന്ന ശിഷ്യനാണെങ്കിൽ കഴുത്തറ്റ ഉമ്മിക്കകത്ത് കനലിട്ട് കിടത്തുക. അതുപോലെ ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താവിനാണ് തിളച്ച എണ്ണയ്ക്കകത്ത് ചുട്ടെടുക്കുക. അപ്പം അങ്ങനെയുള്ള ഓരോ നീചകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഗരുഡപുരാണം വൃത്തിയായിട്ട് മനസ്സിലെത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ തോന്നുകയില്ല. നമ്മൾ മുൻജന്മദോഷം, ഇപ്പം ഈ ജന്മം നമ്മൾ പറയും എനിക്കിപ്പോൾ 68 വയസ്സായില്ല, 78 വയസ്സായി, എനിക്ക് ഒരു ഗതിയില്ല, മക്കൾക്ക് എന്നെ ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്ക് നാട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ല, വെറുതെ പോകുന്ന എന്നെ തല്ലിയിട്ട് പോവുക, എന്നെ കുറ്റം പറഞ്ഞിട്ട് പോവുക. ഇതൊക്കെ കഴിഞ്ഞ് ഇത് എൻ്റെ അടുത്ത് പ്രശ്നം നോക്കാൻ വരുന്ന പലരും പറയുന്ന കാര്യങ്ങൾ വളരെ വിഷമതയായിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ജന്മാന്തരകൃത പാപമാണെന്ന് കണക്കാക്കുക. അതിനുള്ള പ്രതിവിധികളും നമുക്ക് കണ്ടെത്തി ചെയ്യാൻ പറ്റും. തൽക്കാലത്തേക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധികളാണെങ്കിൽ നിത്യം നമുക്ക് ദോഷമുണ്ട്, ദുരിതമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് നമുക്ക് നിത്യം രാവിലെയും വൈകിട്ടും 1008 സംഖ്യ, അല്ലെ 336 സംഖ്യ, അല്ലെ 666 സംഖ്യ ഓം നമഃ ശിവായ ജപിക്കുക. പ്രദോഷവ്രതം എടുക്കുക. ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ നമുക്ക് ദാനങ്ങൾ, ദശദാനങ്ങൾ പറയുന്നുണ്ട്. കാർപ്പാസ്ദാനം, എണ്ണദാനം, വസ്ത്രദാനം, ഓരോ ദാനങ്ങൾ പറയുന്നുണ്ട്. അതിന് ഓരോ മന്ത്രങ്ങളെ ചൊല്ലി വേണം ദാനം ചെയ്യാനായിട്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് ദുരിതങ്ങളെ മാറ്റിയെടുക്കാനാകും. ജന്മാന്തരകൃത പാപദോഷം ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തൊട്ട് നമുക്കൊരു മോക്ഷവായിന്ന. അഹല്യയാണെങ്കിൽ കല്ലായിട്ട് ശ്രീരാമസ്വാമിയുടെ വരവും കാതെ എത്ര യുഗാന്തരങ്ങൾ കിടന്നു, ഇല്ലയോ? അതുപോലെ നമുക്ക് ഒരു ശാപം കിട്ടിയിരിക്കുക. നമുക്ക് ആ ശാപമോക്ഷം കിട്ടണം. ശാപമോക്ഷത്തിനായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരുപാട് 7 ജന്മമായിട്ട് നമ്മൾ വരുമായിരിക്കും. ഈ ജന്മത്തിലായിരിക്കും ചിലപ്പോൾ ശാപമോക്ഷം കിട്ടി മഹാവിഷ്ണുവിൽ ലയിക്കാനായിട്ട് ജന്മം മോക്ഷപ്രാപ്തിയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരാൾ കുറെ കാശ് കിട്ടിയത് കൊണ്ടോ ഇപ്പം കുറെ എന്തൊക്കെയാ സൗഭാഗ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമേ ജീവിതം സഫലമാവുന്നില്ല. ഒരാളുടെ ഏറ്റവും വലിയ സമ്പത്താണ് അവനവനെ സ്നേഹിക്കുന്ന അച്ഛന്, അവനവനെ സ്നേഹിക്കുന്ന അമ്മ, അവനവനെ സ്നേഹിക്കുന്ന ഭാര്യ, നല്ല മക്കള്, നല്ല കുടുംബം, നല്ല സുഹൃത്തുക്കള്, നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, വാഹനം, വസ്ത്രം, ഇതിനൊന്നും മുട്ടുവരാതിരിക്കുന്ന സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാൾ. ചിലപ്പോൾ കോടീശ്വരനായിട്ട് ജീവിക്കുന്ന വ്യക്തികളുണ്ടാവും. ഒരു സന്തോഷവും കാണത്തില്ല. 1 രൂപ കിട്ടി അതിൻ്റെ മണ്ടയ്ക്ക് 1 രൂപ വെക്കാൻ അവർ നോക്കത്തുള്ളൂ. പല പ്രശ്നങ്ങൾ എഴുന്നായിരിക്കും നടക്കുന്നത്. ഈ പൈസ ആരെങ്കിലും മുട്ടിച്ചുകൊണ്ട് പോവോ, പലവിധ പ്രശ്നങ്ങൾ അവിടെ ഉള്ളിൽ കിടന്ന് എഴുതുന്നത്. അപ്പം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? അങ്ങനെയൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്തുവാ, നമ്മളാണ് മനസ്സുകൊണ്ട് ഏറ്റവും വലിയ കോടീശ്വരൻ, അല്ലേ? അപ്പം അങ്ങനെ പാപദോഷം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ശകലമെങ്കിലും ഈശ്വരാധീനം ഉള്ളപ്പോഴാണ് നമുക്ക് ആ പാപദോഷങ്ങൾ അകലാൻ സമയമാകുമ്പോൾ, നമുക്ക് വിജയിക്കാനുള്ള സമയമാകുമ്പോഴാണ് അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.